ഹലോ, എല്ലാവർക്കും ബയോസിന്റെ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 4 എക്കോളജിയിലെ എക്കോസിസ്റ്റം കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. എന്താണ് ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം? ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ചുറ്റുപാട് ജീവജാലങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് കാണപ്പെടുന്നു. ജീവികൾ തമ്മിലും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ആ ജീവിക്കുന്ന അതിന്റെ ചുറ്റുപാടിലെ ഭൗതിക പരിസ്ഥിതിയിലെ പല ഘടകങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ഈ പ്രത്യേക ഏരിയയിലെ ജീവജാലങ്ങൾ തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുകയോ അവിടുത്തെ ഭൗതിക പരിസ്ഥിതിയുമായി ഇന്ററാക്ട് ചെയ്ത് കാണപ്പെടുന്ന ആ ഒരു മേഖല, പ്രകൃതിയുടെ ചെറിയ യൂണിറ്റുകളായിരുന്നു ആ മേഖലകൾ. അവയെ വിളിക്കുന്ന പേരാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ജീവജാലങ്ങൾ പരസ്പരം ഇടപഴകുകയും അവയുടെ ഭൗതിക പരിസ്ഥിതിയുമായി ഇടപഴകുകയും ചെയ്യുന്ന പ്രകൃതിയുടെ അടിസ്ഥാനവും ഘടനാപരവുമായിട്ടുള്ള പ്രവർത്തനപരവുമായിട്ടുള്ള യൂണിറ്റുകളാണ് ആവാസ വ്യവസ്ഥ. പ്രകൃതിയുടെ നാച്ചുറലിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിരിക്കും. ആ യൂണിറ്റ് എന്നുള്ള ഒരു ഏരിയ ആയിരിക്കും. ആ ഏരിയയിലായിരിക്കും ജീവജാലങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുന്നത്. ആവാസ വ്യവസ്ഥ എന്ന പദം, എക്കോസിസ്റ്റം എന്ന ടേം ആദ്യമായിട്ട് നൽകിയത് സർ ആർതർ ടാൻസിലിയാണ്. ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രകൃതിയുടെ തന്നെ സ്വയം നിയന്ത്രിതവും സ്വയം നിലനിൽക്കുന്നതുമായിട്ടുള്ള യൂണിറ്റ് ആണ്. ഏതൊരു എക്കോസിസ്റ്റം എടുത്താലും, ഫോർ എക്സാമ്പിൾ ഒരു ഫോറസ്റ്റ് സ്വയം നിയന്ത്രിച്ച് സെൽഫ് ആയിട്ട് റെഗുലേറ്റ് ചെയ്ത് സസ്റ്റൈനബിൾ ആയിട്ട് പോകുന്ന ഒരു പ്രദേശമാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, പ്രകൃതി തന്നെ അതിനെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റമാണ് ആവാസ വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത്. ആവാസ വ്യവസ്ഥയുടെ വലിപ്പം ഒരു ചെറിയ കുളം മുതൽ ഒരു വലിയ വനം അല്ലെങ്കിൽ ഒരു കടല് വരെ വ്യത്യാസം വന്നേക്കാം. ആവാസ വ്യവസ്ഥ എല്ലായിടത്തും ഒരുപോലെയല്ല. ഒരു കുളം എന്നുള്ളൊരു ആവാസ വ്യവസ്ഥയാണ്, അതിന്റെ വലിപ്പം ശ്രദ്ധിക്കുക. ഒരു തടാകം മറ്റൊരു ആവാസ വ്യവസ്ഥയാണ്. ഒരു കടൽ അല്ലെങ്കിൽ ഒരു വനം, അതിന്റെയൊക്കെ ഓരോന്നിന്റെ വലിപ്പം ചിന്തിക്കുക. എല്ലാ ആവാസ വ്യവസ്ഥകളും ഒരേ വലിപ്പത്തിലല്ല കാണപ്പെടുന്നത്. ആവാസ വ്യവസ്ഥ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്: പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയും കൃത്രിമ ആവാസ വ്യവസ്ഥയും. അത് നാച്ചുറൽ ആയിട്ടുള്ള എക്കോസിസ്റ്റവും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എക്കോസിസ്റ്റവും നമ്മുടെ ചുറ്റുപാടിൽ കാണപ്പെടുന്നു. നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ് വനങ്ങൾ, പുൽമേടുകൾ, മരുഭൂമികൾ, തടാകം, കുളം, അരുവി, നദി, തണ്ണീർത്തടങ്ങൾ, വെറ്റ്ലാൻഡ് തുടങ്ങിയതെല്ലാം. അതുപോലെ കടലും കായലും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം എക്സാമ്പിൾ ആണ്. എന്നാൽ കൃത്രിമ ആവാസ വ്യവസ്ഥകൾ, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് എക്കോസിസ്റ്റം എക്സാമ്പിൾ ആണ് തോട്ടങ്ങൾ, നമ്മുടെ ട്രീ പ്ലാന്റേഷൻസ്, അക്വേറിയം, ഡാം, വയലുകൾ, ക്രോപ്പ് ഫീൽഡ്, ദെൻ അടുക്കളത്തോട്ടം, കിച്ചൺ ഗാർഡൻ തുടങ്ങിയതെല്ലാം മനുഷ്യൻ വെച്ചുപിടിപ്പിച്ച ആവാസ വ്യവസ്ഥകളാണ്. ഒരു ആവാസ വ്യവസ്ഥയിലെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടു തരം ഘടകങ്ങളുണ്ട്: ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും. ജീവനില്ലാത്ത ഘടകങ്ങളാണ് അജീവീയ ഘടകങ്ങൾ. അത് പ്രധാനമായിട്ടും ആ ആവാസ വ്യവസ്ഥയിലുള്ള കാർബണുകളും നൈട്രജനും കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഒക്കെ പറയാൻ പറ്റും. സോയിലും ഒക്കെ നമുക്ക് ജീവനില്ലാത്ത ഘടകങ്ങൾ എന്ന് പറയാൻ കഴിയും. അതുപോലെ ഡെഡ് ഓർഗാനിസിൽ കാണുന്ന പ്രോട്ടീനുകളും ലിപ്പിഡുകളും എല്ലാം ജീവനില്ലാത്ത ഘടകങ്ങളാണ്. ആവാസ വ്യവസ്ഥയിലെ ജീവനുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഉൽപാദകർ പ്രൊഡ്യൂസേഴ്സ്, ദെൻ ഉപഭോക്താവ് കൺസ്യൂമേഴ്സ്, ദെൻ വിഘാടകർ ഡീകമ്പോസേഴ്സ് തുടങ്ങിയവരാണ് ഒരു എക്കോസിസ്റ്റത്തിലെ ജീവനുള്ള ജീവിയ ഘടകങ്ങൾ അല്ലെങ്കിൽ ബയോട്ടിക് ഏജൻസ് അല്ലെങ്കിൽ ബയോട്ടിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു ആവാസ വ്യവസ്ഥയുടെ സർവീസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ സേവനങ്ങൾ എന്താണ്, എക്കോസിസ്റ്റത്തിന്റെ സർവീസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ജലവും വായുവും നൽകുക, അത് ശുദ്ധീകരിക്കുക, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയവ തടയുക, പോഷക ചക്രങ്ങളെ അതായത് ന്യൂട്രിയൻ സൈക്കിളുകളെ മെയിൻറ്റെയിൻ ചെയ്യുക, പരിപാലിക്കുക, ഫലഭൂയിഷ്ടമായ മണ്ണ് രൂപപ്പെടുത്തുക, പ്രകൃതിക്ക് ആവശ്യമായ കൃഷി ചെയ്യാൻ ആവശ്യമായ ഫലഭൂയിഷ്ടമായ ഫെർട്ടിലിറ്റി സോയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, വന്യജീവികൾക്ക് അനുയോജ്യമായ വാസസ്ഥലങ്ങൾ ഒരുക്കുക, ജൈവ വൈവിധ്യം നിലനിർത്തുക, വിളകളിൽ പരാഗണം നടത്തുക, കാർബണിന്റെ ഉറവിടമായി വർത്തിക്കുക. അത് കാർബണിന്റെ സോഴ്സ് ആയിട്ട് നമ്മുടെ പ്രകൃതിയിലെ പല വസ്തുക്കളും സോഴ്സ് ആയിട്ട് വർത്തിക്കുന്നു. സൗന്ദര്യ, സാംസ്കാരിക, ആത്മീയ മൂല്യങ്ങൾക്ക് ഉറവിടമായിട്ട് വർത്തിക്കുക. അത് നമ്മൾ മൂന്നാറിൽ ഊട്ടിയിലൊക്കെ കാണാൻ പോകുന്ന പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി. അതും ശരിക്കും ഒരു പ്രകൃതിയാണല്ലോ, അത് പ്രകൃതിയുടെ ഒരു എക്കോസിസ്റ്റത്തിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുള്ള ഉറവിടമായിട്ട് വർത്തിക്കുന്നത് എക്കോസിസ്റ്റം തന്നെയാണ്. പ്രകൃതി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇത്രയും സേവനങ്ങൾ നൽകുമ്പോൾ ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമല്ലേ. നമ്മുടെ ഒരു എക്കോസിസ്റ്റം നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഫോറസ്റ്റിന് ഒരുപാട് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ ആ ഫോറസ്റ്റിനെ തിരിച്ച് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പ്രകൃതിയിൽ ഒരുപാട് എക്കോസിസ്റ്റം ഉണ്ട്, അതിനെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് എക്കോസിസ്റ്റം, അല്ലെങ്കിൽ അതിനെ പരിപാലിക്കണം. അതാണ് എക്കോസിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് പിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിയാണ് എക്കോസിസ്റ്റം കൺസർവേഷൻ എന്ന് പറയുന്നത്. പരിസ്ഥിതിയിലെ ഏത് ഘടകത്തിനും കോട്ടം തട്ടുകയാണെങ്കിൽ അത് മറ്റു ജീവജാലങ്ങൾക്കും മനുഷ്യർ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായിട്ട് മാറും. നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഫാക്ടറിന് എന്തെങ്കിലും നാശം സംഭവിച്ചാൽ, കാട് നശിപ്പിക്കുകയാണെങ്കിൽ
ആ കാട് നശിക്കുമ്പോൾ ഒരുപാട് വന്യജീവികൾ നശിക്കും. അതോടൊപ്പം മനുഷ്യന് പിന്നെ പിന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും, അല്ലേ? അപ്പം മനുഷ്യർ ഉൾപ്പെടെയുള്ളവർക്കും ഈ നമ്മൾ പ്രകൃതിയുടെ പല വിഭവങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അത് തിരിഞ്ഞ് നമുക്ക് തന്നെ ദോഷമായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആവാസ വ്യവസ്ഥകളെ പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഇങ്ങനെ നമുക്ക് ആവാസ വ്യവസ്ഥ ഒരുപാട് സേവനങ്ങൾ നൽകുമ്പോൾ നമുക്ക് തിരിച്ചതിനൊരു പ്രതിഫലമായിട്ട് ഒരു വിലയിടുകയാണ് സങ്കല്പിക്കുക. പ്രകൃതിക്ക് നമ്മൾ തിരിച്ചൊരു വിലയിടുകയാണെങ്കിൽ അത് എത്രത്തോളം വരും? പ്രകൃതി നമുക്ക് തരുന്ന സേവനങ്ങൾക്ക് നമ്മളൊരു വില തിരിച്ചൊരു പ്രതിഫലം അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഏകദേശം 33 ട്രില്യൺ US ഡോളറാണ്. ഏകദേശം ആ ഒരു ഹെഫ്റ്റി പ്രൈസ് ടാഗ് എന്നൊരു ഒരു വില രേഖപ്പെടുത്തിയത് റോബർട്ട് കോൺസെപ്റ്റ എന്ന സയന്റിസ്റ്റ് ആണ്. റോബർട്ട് കോൺസെപ്റ്റ എന്ന സയന്റിസ്റ്റ് ആണ്, എക്കോളജിസ്റ്റ് ആണ്. ഈ ഒരു പ്രകൃതിക്ക് ഒരു നമുക്ക് തരുന്ന സേവനത്തിന് തുല്യമായിട്ടുള്ള ഒരു വേതനം അദ്ദേഹം പ്രൊവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പ്രകൃതി നമുക്ക് അത്രയും നേട്ടങ്ങൾ തരുമ്പോൾ, സർവീസുകൾ തരുമ്പോൾ ആ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെ? അതിനെ എങ്ങനെ പരിപാലിക്കാം? എക്കോസിസ്റ്റത്തിന്റെ, ആവാസ വ്യവസ്ഥയുടെ പരിപാലനം, അതായത് മാനേജ്മെന്റ് എങ്ങനെയാണ് നോക്കുക? ആവാസ വ്യവസ്ഥയുടെ പരിപാലനം എന്നാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക, സുസ്ഥിരമല്ലാത്ത പ്രവർത്തനങ്ങൾ തടയുക എന്നതാണ്. അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തടയുക, അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഈ മനുഷ്യരാണല്ലോ ആവാസ വ്യവസ്ഥയെ കോട്ടം തട്ടുന്ന പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക, സുസ്ഥിരമല്ലാത്ത പ്രവർത്തനങ്ങളെ തടയുക. ഇതൊക്കെയാണ് ഇതുവഴി നമുക്ക് ആവാസ വ്യവസ്ഥയുടെ പരിപാലനം കൊണ്ടുവരാൻ കഴിയും. ആവാസ വ്യവസ്ഥയുടെ ഘടകങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിനായി ദീർഘകാല സുസ്ഥിരത നിലനിർത്തുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യമാണ്. അതായത് ആവാസയുടെ ഘടകങ്ങളുടെ, അതിന്റെ ഫാക്ടറികളുടെയും അതിന്റെ സർവീസുകളുടെയും ഉൽപ്പാദനത്തിനായി നമുക്ക് ഒരുപാട് നാളത് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ നല്ലൊരു സസ്റ്റൈനബിൾ മാനേജ്മെന്റ് നമ്മൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം. കാലാവസ്ഥ വ്യതിയാനം, ആവാസ വ്യവസ്ഥയുടെ തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ ആവാസ വ്യവസ്ഥയുടെ പരിപാലനം വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇവന് നേരായ വണ്ണം പരിപാലിച്ചില്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കും, ആവാസ വ്യവസ്ഥകൾ തകർന്നുകൊണ്ടിരിക്കും, പല ഡൈവേഴ്സിറ്റികളും നശിക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആവാസത്തിനെ പരിപാലിക്കുക. ഒരു ആവാസ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിലൂടെ നമുക്ക് ആവാസ വ്യവസ്ഥയെ പരിപാലിക്കാൻ കഴിയും? ഒന്നാമത്താണ് വനവൽക്കരണം. അഫോറസ്റ്റേഷൻ എന്നോ റിഫോറസ്റ്റേഷൻ എന്ന് പറയാം. ഡിഫോറസ്റ്റേഷൻ വന നശീകരണം, അതിന്റെ ഓപ്പോസിറ്റാണ്. വനം നശിപ്പിക്കുന്നതിന് പകരം വനങ്ങളെ വെച്ച് പിടിപ്പിക്കുക, വനവൽക്കരണം ചെയ്യുക. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യുക. എൻവയോൺമെന്റ് ഡേ പോലുള്ള വന മഹോത്സവം പോലുള്ള ഡേയ്സിൽ നമ്മൾ വനങ്ങളെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, മരങ്ങളെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആവാസവും നശിപ്പിക്കാൻ നോക്കാൻ കഴിയും, അല്ലെ? അല്ലെങ്കിൽ ഉള്ള സ്ഥലത്തിനെ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റഡ് ഏരിയ, സംരക്ഷിത മേഖലകളുടെ മാറ്റുക, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് പോലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറികളായിട്ടോ നാഷണൽ പാർക്കായിട്ടോ തുടങ്ങിയ പ്രൊട്ടക്റ്റഡ് ഏരിയകളായിട്ട് മാറ്റുകയാണെങ്കിൽ അതുവഴി നമുക്ക് അവിടെയുള്ള ജീവികളെയും അവിടുത്തെ ആവാസ വ്യവസ്ഥയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ജൈവ വൈവിധ്യം മെച്ചപ്പെടുത്തുക, ഉള്ള ജൈവവൈവിധ്യം നഷ്ടപ്പെടാതെ അതിനെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ ടിഷ്യൂ കൾച്ചർ പർപ്പസിലൂടെ പല ചെടികളുടെ, അപൂർവ ചെടികളെ തിരിച്ചു കൊണ്ട് അതിന്റെ എണ്ണം അല്ലെങ്കിൽ അവരുടെ ഉൽപാദനം വളരെയധികം കൂട്ടി തിരികെ കൊണ്ടുവരുന്ന ഒരുപാട് പ്രയത്നങ്ങൾ നടക്കുന്നുണ്ട്. ജൈവ കൃഷി രീതിയിലേക്ക് മാറുക, കൃഷി ചെയ്യണം. അത് രാസപരമായിട്ടുള്ള കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കെമിക്കൽ രീതിയിലുള്ള അഗ്രികൾച്ചർ ചെയ്യുകയാണെങ്കിൽ, അഗ്രോ ബേസ്ഡ് അഗ്രികൾച്ചർ ആണ് ചെയ്യുന്നതെങ്കിൽ പ്രകൃതിക്ക് ഒരുപാട് ദോഷങ്ങൾ, പല ജീവജാലങ്ങളും ചത്തുപോകാൻ ചാൻസ് ഉണ്ട് ഈ പെസ്റ്റിസൈഡും ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കുന്ന വഴി. അതിന് പകരം ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷി രീതി ചെയ്യുകയാണെങ്കിൽ പ്രകൃതി ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ജനസംഖ്യയുടെ വർധനവ് തടയുക, ഇതിനെല്ലാം കാരണമായ മനുഷ്യന്റെ എണ്ണം കുറയ്ക്കുക, ജനസംഖ്യ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക, കാറ്റ്, തിരമാല, സൗരോർജം എന്നിവയിലൂടെയുള്ള പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ എനർജി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കൽക്കരി, അതിന്റെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നുള്ള ഫ്യൂവലിന്റെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പെട്രോളിയം ഫ്യൂവൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സോഴ്സുകളാണ്. എന്നാൽ കാറ്റിലൂടെയുള്ള എനർജി, തിരമാലയിൽ നിന്നുണ്ടാക്കുന്ന എനർജി, സൗരോർജത്തിലൂടെ ഒരു എനർജി, അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന എനർജി സോഴ്സുകളാണ്. അപ്പൊ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. മലിനീകരണം കുറയ്ക്കുന്ന ഇന്ധനങ്ങളായ CNG, ഹൈഡ്രജൻ ഇന്ധനം എന്നിവ ഉപയോഗിക്കുക. പെട്രോളിയം ഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് വായു മലിനീകരണം, അതുവഴി ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് പകരം CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രജൻ ഫ്യൂവലുകൾക്ക് ഉപയോഗിക്കുന്ന വഴി നമുക്ക് പൊല്യൂഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. മാലിന്യങ്ങൾ കുറയ്ക്കുക, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ആ ഉള്ള വേസ്റ്റുകളെ റീയൂസ് ചെയ്യുക, പുനരുപയോഗം ചെയ്യുക, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക, പുനർനിർമ്മാണം ചെയ്യുക, അതിനെ വീണ്ടും മറ്റൊരു ഫോമിലോട്ട് മാറ്റുക. ഇങ്ങനെ പല മെത്തേഡിലൂടെ നമുക്ക് വേസ്റ്റുകൾ കുറയ്ക്കുന്നത് വഴി നമ്മുടെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളും ഉപയോഗങ്ങളും നടപ്പിലാക്കുക. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റും സർവീസും കൊണ്ടുവരിക. പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു സർവീസും കൊണ്ടുവരാതിരിക്കുക. ആവാസ വ്യവസ്ഥയെ എങ്ങനെ സംരക്ഷിക്കുക, കൺസർവ് ചെയ്യുക, അതിനുള്ള പരിപാലന മെത്തേഡ് നേരത്തെ പറഞ്ഞു. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ നോക്കാം. പ്രധാനമായിട്ടും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അവിടുത്തെ ജൈവ വൈവിധ്യം, ഡിഫറെന്റ് ഫോംസിലുള്ള പ്ലാന്റ്സും അനിമൽസിനെയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ആ ഏരിയയിലുള്ള എല്ലാ ജീവജാലങ്ങളും പ്രൊട്ടക്റ്റഡ് ആവുമല്ലോ. അപ്പൊ ഇവയെ സംരക്ഷിക്കുന്ന പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇൻസിറ്റീവ് കൺസർവേഷൻ, രണ്ടാമത് എക്സിറ്റീവ് കൺസർവേഷൻ. ഇൻസിറ്റീവ് കൺസർവേഷൻ മീൻസ് തൽസ്ഥല സംരക്ഷണം, അതായത് ആ സ്ഥലം തന്നെ സംരക്ഷിക്കുന്ന മെത്തേഡ് ആയിരിക്കും, ആ സ്ഥലത്തെ അതുപോലെ സംരക്ഷിക്കുന്ന മെത്തേഡ്. രണ്ടാമത്തെ എക്സിറ്റീവ് കൺസർവേഷൻ, ബഹിർസ്ഥല സംരക്ഷണം, അത് ആ ഏരിയയിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന രീതിയായിരിക്കും. എന്താണ് ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഒന്നാമതാണ് തൽസ്ഥല സംരക്ഷണം അഥവാ ഇൻസിറ്റീവ് കൺസർവേഷൻ അല്ലെങ്കിൽ ഇൻസൈറ്റ് കൺസർവേഷൻ എന്ന് പറയാറുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ സ്വാഭാവിക ആവാസത്തിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ്. അതായത് ഒരു ജീവിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ ജീവിക്കുന്ന ചുറ്റുപാടിനെ തന്നെ തിരഞ്ഞെടുക്കുക, ആ സ്ഥലത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്ക് പഠിച്ചതല്ലേ, അവിടെ ആ ഈ ഒരു ഏരിയ മൊത്തത്തിൽ നമ്മൾ സംരക്ഷിക്കുകയാണ്. അതോടൊപ്പം അവിടുത്തെ ജീവജാലങ്ങളും പ്രൊട്ടക്ട് ആയിക്കോളും അല്ലേ. ഇത്തരം ആവാസ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന മേഖലകളെയാണ് സംരക്ഷിത മേഖല അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ജൈവ വൈവിധ്യ തീവ്ര മേഖലകൾ, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ജൈവ വൈവിധ്യ തീവ്ര മേഖലകളിലൂടെ നമുക്ക് ഒരുപാട് ജീവജാലങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം, അതോടൊപ്പം ആവാസ വ്യവസ്ഥകളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ജൈവമണ്ഡല സംരക്ഷണ മേഖല, ബയോസ്ഫിയർ റിസർവുകൾ. ഓരോ റിസർവ് ഓരോ തരമാണ്. ചതുപ്പ് നിലങ്ങൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഡെൽറ്റ പ്രദേശങ്ങൾ ഉണ്ടാവും, മല പ്രദേശം ഉണ്ടാവും, കാടുകൾ ഉണ്ടാവാം, ഡെസേർട്ടുകൾ ഉണ്ടാവാം. എന്തുമാത്രം എക്കോസിസ്റ്റങ്ങൾ നമുക്ക് ഇതുവഴി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ദേശീയ ഉദ്യാനം, നാഷണൽ പാർക്കുകൾ, കണ്ടൽക്കാടിൽ കാണപ്പെടുന്ന നാഷണൽ പാർക്കുകളുണ്ട് അല്ലേ. അപ്പം പുൽമേടുകളിലെ നാഷണൽ പാർക്കുകളുണ്ട്. ഇത് ഓരോരോ എക്കോസിസ്റ്റം അല്ലേ, അതിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ദേശീയ ഉദ്യാനം വരുന്നത് വഴി ആ ഏരിയ മൊത്തം പ്രൊട്ടക്ട് ആവുകയാണ്. വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാഞ്ചുറി വഴി ജീവികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ ഏരിയയും കൂടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. കാവുകൾ, സേക്രഡ് ഗ്രൂവ്സ്. പണ്ട് ഫോറസ്റ്റുകളുടെ ഒരു പാച്ച്, കാടുകളുടെ ഒരു അംശമാണ് കാവുകളായിട്ട് മാറിയത്. പല കാവുകളും സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് അവിടുത്തെ നാട്ടിൻപുറങ്ങളിലെ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ്. കാവുകൾ വെച്ചാരാധനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാവുകളെ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നു. ഏതൊരു കാവിനോട് ചേർന്നൊരു തണ്ണീർത്തടം ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഏതൊരു കാവും അതിനടുത്തൊരു കുളവും ഉണ്ടായിരിക്കും. പല നാഷണൽ പാർക്കും അങ്ങനെ ഉള്ള നാഷണൽ പാർക്ക് ഉണ്ട്. കാവിനോട് ചേർന്ന് ഒരു കുളവും കൂടെ ചേർന്ന് സംരക്ഷിക്കുന്ന ഏരിയകളുണ്ട്, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അപ്പൊ ഇതുവഴി നമുക്ക് ആ അവിടെയുള്ള ജീവജാലങ്ങളെയും ആ ഏരിയയും നമുക്ക് എന്ത് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ. രണ്ടാമത്താണ് ബഹിർസ്ഥല സംരക്ഷണം അഥവാ എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അതായത് അവയുടെ സ്വാഭാവിക ആവാസത്തിലായിരിക്കില്ല നമ്മൾ, അല്ലെങ്കിൽ ഹാബിറ്റാറ്റിലായിരിക്കില്ല പ്രൊട്ടക്ട്, നമ്മളത് മാറ്റി പാർപ്പിക്കും. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ സ്വാഭാവിക ആവാസത്തിൽ നിന്നും പ്രത്യേക സംരക്ഷിത ചുറ്റുപാടിലേക്ക് മാറ്റി പാർപ്പിച്ച് പ്രത്യേക ശ്രദ്ധ നൽകി സംരക്ഷിക്കുന്ന രീതിയാണ് ബഹിർസ്ഥല സംരക്ഷണം. ഫോർ എക്സാമ്പിൾ സൂ, മൃഗശാലകൾ. നമ്മൾ പല റെയർ അനിമൽസിനെയും മൃഗശാലകളിൽ സംരക്ഷിക്കുന്നു, വളരെ കെയർ കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നുണ്ട്. അത് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിലാണോ, നമ്മൾ കൃത്രിമമായിട്ട് ഒരുക്കിയ ആ ഒരു ആവാസത്തിലായിരിക്കും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതാണ് ഒന്ന് മൃഗശാല. രണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ബൊട്ടാണിക് ഗാർഡൻ, ഊട്ടിയിലെ ബൊട്ടാണിക് ഗാർഡൻ, അതുപോലെ പല സ്ഥലങ്ങളിലും ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് അല്ലെ. കൽക്കട്ടയുള്ള ബൊട്ടാണിക് ഗാർഡൻ. ഇവിടെയൊക്കെയുള്ള പ്രത്യേകത ആ ഏരിയ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഒരു മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത സ്ഥലങ്ങളാണ്. ആ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ ചെടികളെ, അല്ല ബൊട്ടാണിക് ഗാർഡനിലെ ചെടികളെയാണ് കൂടുതൽ സംരക്ഷിക്കുന്നത്. ആ ചെടികളെ സംരക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള അവിടേക്ക് വരുന്ന മൃഗങ്ങളെ സംരക്ഷിത അല്ലെങ്കിൽ പ്രൊട്ടക്ട് ആയിക്കോളുമല്ലോ. അടുത്തത് സീഡ് ബാങ്കുകൾ. പല ഡൈവേഴ്സിറ്റി ഉള്ള ചെടികൾ നശിക്കാതിരിക്കും, അവയുടെ സീഡുകൾ നമുക്ക് നശിക്കാതെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും. ഇപ്പം അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ സീഡ് പൊടിക്കാതിരിക്കുകയാണെങ്കിൽ അനുയോജ്യ സാഹചര്യം വരുന്നത് അതുവരെ ആ സീഡുകൾ നശിക്കാതെ നമുക്ക് സീഡ് ബാങ്കുകൾ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് അതിനെ പുതിയ തലമുറ ഉത്പാദിപ്പിക്കുകയും ചെയ്യും. അതുപോലെ ജീൻ ബാങ്കുകൾ, ഒരു പ്രത്യേക പ്ലാന്റിന്റെ ജീനുകൾ, ജീനോമിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക ജീൻ ബാങ്കിലൂടെ. അതിലൂടെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്ന് പുതിയ പ്ലാന്റുകളെ കൾച്ചർ ചെയ്യാം, അല്ലെങ്കിൽ ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ മെക്കാനിസമുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വെറൈറ്റികളെ കൊണ്ടുവരാൻ കഴിയും. ടിഷ്യൂ കൾച്ചർ പ്രജനനം. ടിഷ്യൂ കൾച്ചറിലൂടെ നമുക്ക് ഒരുപാട് പ്ലാന്റുകളെ വിത്തിൻ ഷോർട്ട് ടൈം, വളരെ ചുരുങ്ങിയ സമയത്ത് നമുക്ക് പ്ലാന്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ബീജങ്ങളുടെ ന്യൂനത പരിപാലനം, അതായത് ക്രയോ പ്രിസർവേഷൻ പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിൽ പോളൻ ബാങ്കുകൾ. പോളൻ ഗ്രെയിൻസ് നമുക്ക് പോളൻ വൈബിലിറ്റി നഷ്ടപ്പെടാതെ
ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. എത്ര നാൾ വേണോ അതിന്റെ കോളങ്ങനെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും, കഴിവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും. അതൊരു ക്രയോ പ്രിസർവേഷൻ ആണ്. അതുപോലെ തന്നെയാണ് സീഡ് ബാഗുകൾ. ഇപ്പൊ നമുക്ക് ചില പ്ലാന്റ്സിന്റെ ഗ്യാമീറ്റുകൾ, കോളഗ്രൈനുള്ളിൽ ഗ്യാമീറ്റാണ്, ഗ്യാമീറ്റുകളെ സൂക്ഷിച്ചു വെച്ചിട്ട് ആ ഗ്യാമീറ്റുകളിൽ നിന്ന് പിന്നീട് ഭാവിയിൽ നമുക്ക് പോളൻ കൾച്ചറിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയോ പുതിയ വിളകളെ ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ എക്സിറ്റ് കൺസർവേഷൻ ആണ്. അതായത് നാച്ചുറലി ഉള്ള രീതിയിലുള്ള കൺസർവേഷൻ അല്ല, ആർട്ടിഫിഷ്യലി നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഏരിയയിലേക്ക് മാറ്റി പാർപ്പിച്ച് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ആ ഡൈവേഴ്സിറ്റി തിരിച്ചു കൊണ്ടുവന്ന രീതിയാണ് ബഹിർസ്ഥല അഥവാ എക്സിറ്റ് കൺസർവേഷൻ. ഇൻസിറ്റീവ് കൺസർവേഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ടോപ്പിക്കുകളായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. എക്സിറ്റീവ് കൺസർവേഷൻ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ചുകൂടെ പോയിന്റുകൾ ആഡ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കോട് കാണാം. എല്ലാവർക്കും ശുഭദിനം.